എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3-4 ദിവസമായിട്ട് നല്ല വെയിലാണ്, നല്ല ചൂടുമുണ്ട്. രാവിലെ എണീറ്റ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് പൂത്ത് നിൽക്കുന്ന എൻ്റെ ജറബറ തൈയുടെ അടുത്തേക്ക് നടന്നു. ജറബറ തൈകളുടെ അത്യാവശ്യം ഒരു കളക്ഷൻ ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ള വീഡിയോകളിൽ കാണിക്കാം. വെയിലിലേക്ക് കൈകൾ നീട്ടി നിൽക്കുന്ന എൻ്റെ ടെർട്ടിൽ വൈൻ പ്ലാന്റുകളാണിത്. രാവിലത്തെ തിരക്കുകളൊക്കെ പെട്ടെന്ന് തീർന്നിട്ടുണ്ട്. പിന്നീട് ബാക്കിയുള്ള സമയമൊക്കെ പ്ലാന്റുകളുടെ അടുത്ത് തന്നെയാണ് ചെലവാക്കാറുള്ളത്. ഇന്ന് വ്യത്യസ്തമായ ഒരു വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്. കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് നല്ല വെയിൽ വന്നിട്ടുണ്ട്. വെയിലിന് നല്ല ചൂടുമുണ്ട്. അകത്ത് ബെഡ്റൂമിലെ ക്ലീനിങ്ങുകളും അടുക്കിപ്പൊറുക്കലും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ തീരാറുണ്ട്. തലേന്ന് രാത്രി കിടക്കുന്ന സമയത്ത് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും. എന്നാൽ എണീറ്റ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ റൂമും ക്ലീനാക്കി ഇടാൻ പറ്റും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് രാവിലെ എണീറ്റ് എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം മോപ്പെടുത്ത് വീട് ക്ലീനാക്കിയതിന് ശേഷമാണ് കിച്ചണിലേക്ക് പോവാറുള്ളത്. അത് ഒരല്പം സമയം ലാഭിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വീട് നീറ്റായി കഴിഞ്ഞാൽ തന്നെ നമ്മളെ മനസ്സിന് നല്ല വൃത്തിയും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും. ആദ്യമൊക്കെ ഞാൻ ചെയ്തിരുന്നത് രാവിലത്തെ ഫുഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് വീട് ക്ലീൻ ചെയ്തിരുന്നത്. അതിലേറെയൊക്കെ ഒരുപാട് സമയം ലാഭിക്കുന്ന രീതിയാണ് ഈ ഒരു രീതി എനിക്ക് തോന്നിയത്. തലേന്ന് രാത്രി തന്നെ നമ്മൾ ഉപയോഗിക്കാത്ത ബെഡ്റൂമുകളൊക്കെ നീറ്റാക്കി വൃത്തിയാക്കി ഇട്ടാൽ മതി. വളരെ നീറ്റായിട്ടാണ് നമ്മുടെ കിച്ചൺ കിടക്കുന്നതെങ്കിൽ അവിടെ വെച്ച് പാചകം ചെയ്യാൻ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെ മനസ്സിൽ ഇന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. മുൻപ് പൊട്ടിച്ചതിൽ നിന്നും വീണ്ടും മൂത്ത പച്ചമുളക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ കായ്ച്ച പച്ചമുളകിനും ഇഞ്ചിക്കുമൊക്കെ നല്ല ടേസ്റ്റാണ്. ചീനമുളകിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. പോട്ടുകളിൽ നട്ട ഇഞ്ചി പറിക്കാൻ എനിക്ക് ഒരല്പം മടിയാണ്. അതുകൊണ്ട് തന്നെ താഴെ പറമ്പിലും ചെറിയ ഇഞ്ചി കഷ്ണങ്ങൾ നട്ടിരുന്നു. എന്തായാലും അവിടെയൊന്ന് പോയി നോക്കാം. ഒരല്പം മല്ലിച്ചെപ്പും കൂടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ മണ്ണിനിടയിലേക്ക് താഴ്ത്തി വെച്ച ഇഞ്ചി കഷ്ണങ്ങൾ മുളച്ച് പുതിയ നാമ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്ന ഈ ഒരു കമ്പ് പൊട്ടിച്ചെടുത്തതിന് ശേഷം മറ്റൊരു ഭാഗം ഇലയുള്ളത് ഇതുപോലെ തന്നെ മണ്ണിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിതുപോലെ പറിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ വ്യത്യസ്തമായ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വലിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. അതുപോലെ തന്നെ വലിയ ഉള്ളി നമുക്ക് വലിയ രീതിയിലായിട്ട് കട്ട് ചെയ്തെടുക്കുകയും വേണം. ഇതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അതിലേക്ക് തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. വളരെ ചെറുതായി ഒന്നും നമുക്ക് വലിയ ഉള്ളി കട്ട് ചെയ്തെടുക്കണ്ട. ഇതുപോലെ വലിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളി, അതുപോലെ നമ്മൾ തൊലിച്ച് വെച്ച ചെറിയ ഉള്ളി, നമ്മൾ കഴുകി ചുരണ്ടി വെച്ച ഇഞ്ചി കഷ്ണങ്ങൾ, വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് എല്ലാം കൂടെ ഇട്ട് നന്നായി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. കൂടെ നമുക്ക് ഉണങ്ങിയ മുളക് കഴുകി വൃത്തിയാക്കി അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഈ വെളിച്ചെണ്ണയിൽ നന്നായി വെന്ത് വരുന്നത് വരെ നമ്മൾ ഇതുപോലെ വഴറ്റിയെടുക്കണം. ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വഴന്ന് കിട്ടുവോളും നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. കൂടെ നമുക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം.
ഇളക്കുന്നതിന് പകരം നമ്മൾ ചെറിയ തീയിലിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാലും മതി. ഇനി അതിലേക്ക് എടുത്തു വെച്ച തക്കാളി കൂടെ ചേർത്ത് കൊടുത്ത് ഈ ഒരു തക്കാളി എണ്ണയിൽ കിടന്ന് ഒന്ന് വെന്ത് കിട്ടണം. നന്നായി ചൂടാവുമ്പോൾ തന്നെ തക്കാളിയുടെ പുറത്തെ ഭാഗമൊക്കെ ഒന്ന് വേവും. നമുക്കതിലേക്ക് ഒരല്പം വലിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻ്റ് എല്ലാം നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് ഏകദേശം വീട്ടമ്മമാർക്ക് അറിയാമല്ലോ ഓരോ അളവുകളും, അതുപോലെ എടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയിലേക്ക് ഇട്ട് വെള്ളം ചേർക്കാതെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ നന്നായി ക്രീമാക്കി ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇതിനെ അരച്ചെടുക്കാൻ. ഇനി ചെയ്യാനുള്ളത് ചിക്കനിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി എടുത്തു വെച്ച മല്ലിച്ചപ്പ് ഇതുപോലെ നന്നായി അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. നമ്മൾ മല്ലിച്ചപ്പും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് ഈ ഒരു ചിക്കൻ റെഡിയാക്കി എടുക്കാം. തിളച്ച എണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനും അരപ്പും കൂടെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ അരച്ച മിക്സി ഒന്ന് ചുഴറ്റിയെടുത്തതിന് ശേഷം ആ വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി ചിക്കനും മസാലയൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നല്ല അടപ്പ് വെച്ച് നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം. ഒരല്പം മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ അടപ്പ് വെക്കുക. ലോ ഫ്ലെയിമിൽ കിടന്ന് ഇതുപോലെ നന്നായി തിളച്ചതിന് ശേഷം ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് അടപ്പ് വെച്ച് അടച്ച് തന്നെ ഇതിനെ വേവിച്ചെടുക്കാം. ചിക്കൻ കറി റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് പപ്പായ കൊണ്ട് ഒരു സലാഡ് കൂടെ തയ്യാറാക്കാം. പൊട്ടിച്ചെടുത്ത പപ്പായ നമുക്ക് ഇതുപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. പപ്പായ സാലഡ് വളരെ ഹെൽത്തിയാണ്, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പപ്പായയുടെ ഗുണങ്ങളൊക്കെ എല്ലാ വീട്ടമ്മമാർക്കും അറിയുന്നതാണ്. ഇതുപോലെ പപ്പായ ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പൊട്ടിച്ചെടുത്ത 2 പച്ചമുളക് കൂടെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് ചീനമുളകാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി ഒരു തക്കാളിയും വെട്ടിയെടുക്കുന്നുണ്ട്. അരിഞ്ഞെടുത്ത തക്കാളിയും പച്ചമുളകും ഒക്കെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച പപ്പായയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതും ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് പപ്പായ സാലഡ് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു സാലഡ് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. മഴക്കാലമായതുകൊണ്ട് തന്നെ എല്ലാവരുടെ പറമ്പിലും ഇതുപോലെ പപ്പായൊക്കെ മൂത്ത് കിടക്കുന്നുണ്ടാവും. ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ചോറും ചിക്കൻ കറിയും പപ്പായ സാലഡും ഒക്കെയായി ഇന്നത്തെ ഊണ് അടിപൊളിയാക്കാം. ചിക്കൻ കറി വളരെ ടേസ്റ്റിയായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഇലയിലേക്ക് വിളമ്പാം. പാചകവും വളരെ മനോഹരമായ ഒരു കല തന്നെയാണ്. ഇനിയും പാചകത്തിൽ പുതിയ പുതിയ പുതുമകൾ കൊണ്ടുവരണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. വളരെ ചെറിയ രീതിയിലുള്ള ഊണാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ വളരെ ഭംഗിയാക്കിയാൽ തന്നെ എല്ലാവർക്കും ഊണ് കഴിക്കാനുള്ള ഒരു സന്തോഷം കൂടുതലുണ്ടാവും.
ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയ ഊണ് കഴിക്കാൻ കുട്ടികൾ റെഡിയായി നിൽക്കുകയാണ്. എന്തായാലും ഞങ്ങൾ ഊണ് കഴിച്ചു വരാം. വ്യത്യസ്തമായ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും സെൻവേൾഡ് എന്ന ചാനലിൻ്റെ നന്ദി, നമസ്കാരം.